പോളിംഗിൻ്റെ തലേന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നത് DMK ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് നികത്തിക്കൊണ്ട് വീണ്ടും ഒരു സ്വീപ്പിനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഗുജറാത്തിൽ ഒരൊറ്റ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസ് AAP സഖ്യത്തിന് നൽകുന്ന മനോവീര്യം അത് വളരെ വലുതായിരിക്കും എന്ന് കരുതണം. അതേസമയം ഒരു സീറ്റിൽ തോറ്റാൽ അത് നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിന് ഗുജറാത്തിൽ ലഭിക്കുന്ന ഒരു വലിയ ഷോക്കായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഞാനത് അതിനോട് യോജിക്കുന്നു, ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. അതുപോലെ ഒരു സീറ്റല്ല, ഒന്നിലധികം സീറ്റ് ഉണ്ടാവാം. ഒരു സീറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ ഈ 26 എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണല്ലോ രാജസ്ഥാൻ പോലുള്ളടത്തും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ മോണോപ്പൊളിയും ആ അഹങ്കാരവും വളരെയധികം ഇല്ലെന്നായിക്കോളും. ഓവർ കോൺഫിഡൻസ് ചില കാര്യങ്ങളിലുണ്ട്, ഞങ്ങൾ ആരെ നിർത്തിയാലും ജയിക്കും എന്നൊക്കെയുള്ള മാതിരി. പക്ഷെ ഹരിയാനയിൽ ഈ പ്രാവശ്യം അങ്ങനെയാണെന്ന് പറയാനൊക്കത്തില്ല. എത്രയായാലും അവർക്ക് 10-ൽ 10 കിട്ടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മഹാരാഷ്ട്രയിലെ പതിവില്ലാതെ അതിഗംഭീരമായ ഒരു മുന്നണി എന്താ പറയുക, അരക്കിട്ടുറപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ളൊരു മുന്നണി സംവിധാനമാണ്. കാരണം അതിൽ ശരത് പവാറിൻ്റെ ഒരു വലിയ സംഭവമുണ്ട്, കോൺഗ്രസിൻ്റെ ഒരു വലിയ വിട്ടുവീഴ്ച മനോഭാവമുണ്ട്, എന്താ പറയുക ഉദ്ധവ് താക്കറെയുടെ ഒരു വലിയ എന്താ പറയുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. ഈ പ്രാവശ്യം കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് വിന്നബിൾ സീറ്റ്സ് വിജയിക്കാവുന്ന സീറ്റുകളിൽ കൂടുതൽ ഒരു 10, 8, 9, 10 അങ്ങനെ ആ മാതിരിയുള്ള സീറ്റുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന് ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ വംശഹത്യാ ശ്രമത്തിനിടയിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ഒരുപക്ഷെ കുക്കി വിഭാഗത്തിൻ്റെ കൂടുതൽ പിന്തുണ കോൺഗ്രസിന് നൽകുന്നുണ്ട്. ഈ വിഭാഗമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പിന്തുണ നൽകാൻ സാധ്യതയുള്ളൊരു വിഭാഗം. മാത്രമല്ല ചർച്ചകളുണ്ട്, ക്രിസ്ത്യൻ യൂണിറ്റി അവിടെ സ്ട്രോങ് ആണ്. അത്തരം കാര്യങ്ങൾ കൊണ്ട് കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് സംഭവിച്ചിട്ടുണ്ട്. തൃണമൂൽ കഴിഞ്ഞതിൽ നിന്ന് നന്നായി ചെയ്യുമെന്നാണ് പലരും പറയുന്നത്. തൃണമൂൽ ഒരു 28 തൊട്ട് 30 വരെ കടന്നാലും അവർ കടങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നു. അപ്പം നോർത്ത് ബംഗാളിൽ വളരെയധികം നേട്ടങ്ങൾ 2019 BJP നേടിയിരുന്നു. അത് ഇത്തവണ അങ്ങനെ പറ്റില്ല. അവിടെ അവർക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് പൊതുവെ കോൺസ്റ്റിറ്റ്യൂഷനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം, അങ്ങനത്തെ ഒരു പോരാട്ടത്തിനെ സൃഷ്ടിച്ച് ആണ് ഈ രാഹുൽ ഗാന്ധി ഈ വസ്ത്രത്തിൽ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അതൊരു കോൺഗ്രസിന്റെ സ്ട്രെങ്താണ്. ഒരുപക്ഷെ പോസ്റ്റ് ഇലക്ഷനിൽ പഞ്ചാബിൽ നിന്ന് വരുന്ന ഫലങ്ങൾ പോസ്റ്റ് ഇലക്ഷൻ സിനാരിയോയിൽ വളരെ കൗതുകകരവും വളരെ പ്രധാനപ്പെട്ടതുമായി മാറാനുള്ളൊരു സാധ്യത മത്സരഗതി തന്നെ മാറ്റുമെന്ന് വിശ്വസിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. എത്രമാത്രം സീറ്റുകൾ മഹാസഖ്യത്തിന് കൂടുതൽ കിട്ടും, സീറ്റുകൾ കൂടുമെന്ന കാര്യത്തിൽ അവർ സംശയമില്ല. ഏതൊരു സാഹചര്യത്തിലും ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്നത് ബീഹാറിൽ ഇത്തവണ സാധ്യതയില്ലാത്ത കാര്യം, സംശയമൊന്നുമില്ല. ക്ലീൻ സ്വീപ്പ് സാഹചര്യങ്ങളിപ്പോൾ ഒരുപാട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനായിരിക്കും ഇപ്പോൾ അത് കൂടുതലും പോകാൻ സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഒരു ഇലക്ഷൻ പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ട്രെൻഡ് തുടരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈ ട്രെൻഡ് തുടരും എന്നുള്ളതാണ് ഈ ഇലക്ഷൻ്റെ ഒരു ഫീൽ. സാധാരണ നമ്മളൊരു പൊളിറ്റിക്കൽ റിപ്പോർട്ടർമാർക്ക് കിട്ടുന്നൊരു ഇലക്ഷൻ ഫീലുണ്ട്. ആ ഇലക്ഷൻ ഫീല് വെച്ചിട്ട് പറയാൻ തീർച്ചയായിട്ടും ഈ ട്രെൻഡ് തുടരും. സീറ്റിൻ്റെ എണ്ണം കുറയും. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാളും 5 മുതൽ 10 വരെ സീറ്റെങ്കിലും മിനിമം കുറയും. അതിലും കൂടുതൽ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുമാനം. Clearly BJP is coming down. My sense is that BJP is definitely below 272. But if you ask me, my broad sense would be somewhere between 240 and 250. കോൺഗ്രസ് 2019 അതിനുണ്ടായിരുന്ന സ്ഥാനത്തെക്കാളും മുമ്പോട്ട് സംശയമില്ല. BJP അതിന് ഉണ്ടായിരുന്ന അവസ്ഥയെക്കാളും താഴേക്ക് പോയി, അതിനും സംശയം. ഈ 2 കാര്യത്തിലും നമുക്ക് സംശയമില്ല. ഇത് BJP എത്രയ്ക്ക് താഴെ വരും, കോൺഗ്രസ് എത്ര മുമ്പോട്ട് പോകും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ ഒട്ടും പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് 2014 ഇലക്ഷനിൽ കൂട്ടാം. കോൺഗ്രസിന് 9 സീറ്റ് കിട്ടി. അതിൻ്റെ എത്രയ്ക്ക് അടുത്ത് വരും, അത്ര വരുമോ, അതിൻ്റെ മുമ്പിൽ പോകുമോ എന്നുള്ളത് നമുക്ക് പറയാം. ആ ബെഞ്ച് മാർക്കിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ആവാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒന്നൊന്നുമല്ല, ഒന്നിനേക്കാളും എത്രയോ മുകളിലേക്ക് കോൺഗ്രസിൻ്റെ സീറ്റ് മുമ്പോട്ട്. മുമ്പത്തെ പോലെ, അതായത് 2019 പോലെ വിൽക്കാൻ പറ്റുന്ന ഒന്നായി മോദി ഫാക്ടർ ഇപ്പോഴും കർണാടകത്തിലുണ്ടോ? ഇല്ല. അത്
2014 കഴിഞ്ഞിട്ട് 2019 അത് പീക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പണ്ടേ പോലെ ഭരിക്കുന്നില്ല, മോദിയുടെ സൗകര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്നൊക്കെ പറയാം. പണ്ട് ഒരു റാലി കൊണ്ട് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മുഴുവൻ എടുക്കാൻ പറ്റുന്ന ആളായിരുന്നു മോദി. ഇപ്പോൾ അത് അത്രയ്ക്ക് ഭരിക്കുന്നില്ല.